പഹൽഗാമിൽ നമുക്കേറ്റതാകുന്ന വലിയ ദുരന്തം, വലിയ പ്രയാസം, അതിന് തിരിച്ചടിയായിട്ട് ഇന്ന് ഇന്ത്യയുടെ ആർമി പാകിസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് ശക്തമായ പ്രഹരമേൽപ്പിക്കുകയും അവരുടേതാകുന്ന ഭീകര സംഘടനകൾ നിലകൊള്ളുന്നതാകുന്ന ക്യാമ്പുകൾ കൃത്യമായി വേണ്ടുന്ന നിലയ്ക്കുള്ള നിലപാടുകൾ സ്വീകരിച്ച് യുദ്ധത്തിൻ്റെതാകുന്ന കെടുതികൾ അവർക്കും അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ഇന്ത്യൻ ആർമിയെ പ്രത്യേകമായി പ്രശംസിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ളതാകുന്ന ഭീകര പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശക്തമായ നിലയ്ക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിന് അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം IAS ബിരുദധാരിയാകുന്ന സഹോദരി അദീല അബ്ദുള്ള MBBS കഴിഞ്ഞതിന് ശേഷം പിന്നീട് IAS പഠിച്ച് പാസ്സായ ഒരു പെണ്ണാണ്. മുസ്ലിം പെൺകുട്ടിയാണ്. സിവിൽ സർവീസിൽ റാങ്ക് ജേതാവായ പെണ്ണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൊക്കെ അവർ കലക്ടറായി സേവനം ചെയ്ത മഹദിയാണ്. അള്ളാഹുരുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഒരു മുസ്ലിം വനിതയാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു 10ഓളം ഉപദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അതിൽപ്പെട്ടതാകുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത്, വാപ്പ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് നല്ല കഥകൾ പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ചരിത്രങ്ങളൊക്കെയാണ്, വിശാലമായ ചരിത്രം. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴമനുസരിച്ചുകൊണ്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ കുഞ്ഞു കുട്ടിയുടെ ഹൃദയത്തിൽ അതൊക്കെ പതിയാണ്. അതുകൊണ്ട് തന്നെ വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക്, ചിന്തയിലേക്ക് എത്തിപ്പെടാൻ അതൊക്കെ സഹായകമായി എന്നവർ പറയുകയാണ്. ആലോചിച്ച് നോക്ക്, നമ്മളെന്താ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന അഞ്ഞഞ്ഞ പാത്തിക എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതാ കൊടുത്തോണ്ടിരിക്കും. ഇതിങ്ങനെ 10 വട്ടം ഇങ്ങനെ പിള്ളേർ കഴിച്ചാൽ, എന്നിട്ടിങ്ങനെ പാത്തി, ആ പാത്തി പിടിച്ചോ എന്നാ പാത്തുമ്മ, ഇത് തന്നെ പരിപാടി. ചോറിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഇതാ ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു. അതിന് മൊബൈൽ ഫോൺ കൈ കൊടുത്തിരിക്കുക. കുട്ടിക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ റീൽസുകളാണ്. കാരണം എന്താ, മറ്റേ വീഡിയോ ഇട്ട് കൊടുത്ത പണ്ട് മുതലേ ഈ പഴയ സാധനം തന്നെ കറങ്ങി കറങ്ങി കാണുന്നത്, വേറെ ഒന്നും വരുന്നില്ല. റീൽസ് ആകുമ്പോൾ ഇഷ്ടംപോലെ സാധനം വരുന്നുണ്ട്, വെറൈറ്റികൾ വരുന്നുണ്ട്. റീൽസ് കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹൃദയം താളം തെറ്റുമെന്നാണ്. ഒന്നിലും സ്ഥിരത ഉണ്ടാവൂല, പഠനത്തിൽ മികവ് പുലർത്തൂല. ശാസ്ത്രം പറയുന്നതാ, ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് കാണിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ യൂട്യൂബിലുള്ളതാകുന്ന നല്ല നല്ല വീഡിയോസും കണ്ടൻസുകളൊക്കെ, ചരിത്രങ്ങളൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചോ, വിഷയമില്ല. കുട്ടികൾ മാത്രം 18+ മുകളിലോട്ട് കാണാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾക്ക് മൊബൈൽ യൂട്യൂബിൽ തന്നെ അത് സെറ്റിങ്സിൽ മറ്റും വകഭേദം വരുത്താം. അത് ചെയ്തു കൊടുത്തിട്ട് കുട്ടികൾക്ക് കാണിച്ചോ. കുട്ടികൾ അല്പസ്വല്പമൊക്കെ കണ്ടോട്ടെ, വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിക്കോട്ടെ. പക്ഷെ ഒരു ടൈം നിർദ്ദേശിക്കണം. 10 മിനിറ്റ് അതിനപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കരുത്. ഒരു 15 മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കുകയേ അരുത്. കൊടുക്കുമ്പോഴേ പറയണം, ഇത്ര സമയം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങ് തരണമെന്ന് പറയാം. അതിലൊരു 8 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഉണർത്തണം. ഇനി 2 മിനിറ്റും കൂടി ഉള്ളൂ എന്നൊന്ന് ഉണർത്തണം. 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ട് കൊണ്ടുത്തരും. ഉറപ്പാണ്. നിങ്ങളെ ശ്രദ്ധിക്കണം. ഇത് തുടക്കത്തിലേ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഒരു 2 മണിക്കൂർ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് നാളെ രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിട്ട് ഒറ്റ അടി വരും. 10 മിനിറ്റ് വാപ്പ 10 മിനിറ്റ് നോക്കിയാൽ മതി എന്ന് പറയും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഇത് ആദ്യം പോലെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ഇതൊക്കെ. മൊബൈൽ ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റൂല. അപ്പോൾ അതിന് സമയം ക്രമീകരിക്കണം. 10 മിനിറ്റ് കൊടുത്ത് 8 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഒന്ന് ഉണർത്തണം. 2 മിനിറ്റും കൂടി ഉള്ളൊന്ന് ഉണർത്തി അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് അത് ക്രമീകരിച്ചിങ്ങ് വാങ്ങണം. ആ രീതിക്ക് സംവിധാനിക്കണം. നമ്മുടെ കാഴ്ചയും കുറയ്ക്കണം. നമ്മൾ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പല വീഡിയോസും. ഉമ്മായി ഒരു സൈഡിൽ, വാപ്പായി ഒരു സൈഡിൽ. അപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ വേണ്ടി വരും. കിട്ടാതെ വരുമ്പോൾ അവർ മറ്റുള്ള അവിഹിതങ്ങൾ തേടും, മറ്റുള്ള മാർഗങ്ങൾ തേടും. ഒളിച്ചും പാത്തും പല രീതിക്കുള്ളതാകുന്ന സംവിധാനങ്ങൾ അവർ കൊണ്ടുവരും. പലതും അശ്ലീലത കാണാനുള്ള ത്വരകൾ അവർക്കുണ്ടാകും. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങളുടെ കാഴ്ചകളും അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ കുറയ്ക്കണം. കാരണം മാതാപിതാക്കൾ മക്കളോട് കൂടുതൽ പറയുന്നതിനേക്കാൾ ഏറെ മക്കളിൽ പ്രതിഫലിക്കുക നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മളെ കണ്ടിട്ടാണ് മക്കൾ നന്നാവേണ്ടത്. ശരിക്കും മനസ്സിലാക്കണം. വാപ്പ നിസ്കരിക്കൂ, നോമ്പ് നോക്കുന്നു മക്കളോട് പറയുന്നതിലല്ല കാര്യം. ഉമ്മ മകളോട് മോളെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന പറയുന്നതിലല്ല, ഉമ്മ അവ്വൽ വക്കത്തിന് നമസ്കരിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവൻ നബിയോടുള്ള മഹബത്ത് കൊടുക്കണം. നബി തങ്ങൾ പറഞ്ഞു, വഹബ്ബ അഹ്ലി ബൈതിഹി, നബിയുടെ കുടുംബത്തോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. നബിയുടെ കുടുംബാദികൾ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം. മൂന്നാമതായി വഖറാഅത്തുൽ ഖുർആൻ, ഖുർആന്റെ പാരായണം മെച്ചപ്പെടുന്ന രീതിക്ക് നല്ല പാരായണം പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനോത്ത് പഠിപ്പിക്കണം. ഈ വെക്കേഷൻ സമയം എത്ര സമയം ഉണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക് നല്ലതുപോലെ ഖുർആൻ പഠിക്കാം.
+2 വരെ പഠിച്ച മദ്രസയിൽ പഠിച്ച മക്കൾക്ക് വരെ തജ്വീദ് അനുസരിച്ചുകൊണ്ട് ഓതാൻ അറിയില്ലെങ്കിൽ അവന് പ്രത്യേകം കോച്ചിങ് കൊടുക്കണം. ഖുർആൻ ഓതാനല്ലേ ഏറ്റവും വലിയ കലാമല്ലേ, നമുക്കതിനപ്പുറത്തേക്ക് മറ്റൊരു ഗ്രന്ഥമില്ലല്ലോ, നമ്മുടെ കാറ്റലോഗല്ലേ, വഴികാട്ടിയല്ലേ. ഇന്ന് വരെ ഈ സദസ്സിലിരിക്കുന്ന എത്ര പേർക്ക് ഫാത്തിഹ നല്ല രീതിയിൽ ഓതാനറിയാം? ആരെങ്കിലും ഫാത്തിഹ നല്ല രീതിയിൽ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ഇല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മല്ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ലഹു. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം തന്നെ ഇല്ല എന്നാണ്. നല്ല വൃത്തിക്ക് ഓതണം ഫാത്തിഹ. സൂറത്തിനേക്കാൾ മുമ്പ് പ്രധാനമാണ് നിസ്കാരത്തിൽ ഫാത്തിഹ. ഒരു റക്അത്തിൽ പോലും ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഫാത്തിഹ ഒഴിച്ചുകൂടാൻ പറ്റൂല. ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. ഇമാമിനോടൊപ്പം തുടർന്ന് നിൽക്കുന്ന തുടക്കത്തിലെ മുതൽ ഉള്ളതാകുന്ന മഅ്മൂമും എന്ത് ഓതണം? ഫാത്തിഹ ഓതണം. ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ഫാത്തിഹ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇന്ന് വരെ നമ്മുടെ ഫാത്തിഹ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് പഠിച്ചു വെച്ച സാധനമാണ്. എവിടെയൊക്കെ നീട്ടണം, എങ്ങനെയൊക്കെ ഓതണം, എവിടെയൊക്കെ മണിക്കണം, ഒന്നും അറിയില്ല. എന്തൊക്കെ ഓതുകയാണ്. പടച്ചോൻ സ്വീകരിക്കട്ടെ എന്നുള്ള നിയ്യത്തിലാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഏതെങ്കിലും ഒരു ഉസ്താദിനെടുക്കൽ, ഉസ്താദ് എൻ്റെ ഫാത്തിഹ ശരിയാണോ, ഒന്ന് ഓദിക്കേ, ഞാനൊന്ന് ഓദിത്തരാം, നിങ്ങളൊന്ന് കേട്ടെ എന്ന് പറഞ്ഞുവിട്ട് നമ്മളൊന്ന് ഇരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമുക്ക് മടിയല്ലേ? എല്ലാം അറിയാവുന്ന തികഞ്ഞ ആളായിട്ട് നമ്മൾ നടക്കല്ലേ? അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ ഒന്ന് നന്നാക്കാൻ ഈ സമയമൊക്കെ ഒന്ന് ഉപകരിച്ച്, ഇനിയുണ്ട് സമയം, സ്കൂൾ തുറക്കാൻ ഇനിയുണ്ട് സമയം, അതുകൊണ്ട് ഉപകാരപ്പെടുത്തിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബാദികളെയും സൂക്ഷിക്കണേ, കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് കാവൽ ഏർപ്പെടുത്തണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ മുന്നിലിരിക്കുന്ന ഉളയം മക്കാമിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദിനെ ചോദിക്കാനുള്ളത്, നമുക്ക് സ്വന്തമായി നരകത്തെ തൊട്ട് മോചനപത്രം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ മക്കളെ മോചനപത്രം ലഭിക്കത്തക്ക വിധത്തിൽ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഏത് വിധേനയാണ് മക്കൾക്ക് പരിപൂർണമായി നരകീയ മോചനം നേടിയെടുക്കാൻ സാധിക്കുന്നത്? അല്ലാഹുവേ, ഇന്നെന്റെ ലോകത്ത് മക്കളുടെ ജീവിത ശൈലി ഏത് കോലത്തിലാണ്? ഖുർആൻ പഠിപ്പിച്ച രീതിയിലുള്ള ശൈലിയാണോ? നിസ്കാരങ്ങൾ നിലനിർത്തുന്നവരാണോ? നോമ്പുകൾ നോറ്റുവീട്ടുന്നവരാണോ? പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ തയ്യാറുള്ളവരാണോ? നിരാലംബര കവലംബമാകാൻ നമ്മുടെ മക്കളെ തയ്യാറുണ്ടോ? നിരാശരക്ക് ആശ്രയത്വം കൊടുക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിയും ദീനിനെയും ദീനിന്റെ ഹിരകാരെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സന്താനങ്ങളായി നമ്മുടെ തലമുകൾ മാറിയിട്ടുണ്ടോ, മാറുന്നുണ്ടോ? നരകത്തെ തൊട്ട് നിങ്ങളും സൂക്ഷിക്കണം, നിങ്ങളുടെ കുടുംബവും സൂക്ഷിക്കണം. അള്ളാന്റെ വാക്കാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഇവിടെ ദുനിയാവിൽ കയ്യിലൊരു ചെറിയ പൊള്ളലേൽക്കുമ്പോൾ അല്ലോ എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന രക്ഷിതാവ് എന്തുകൊണ്ട് നരകത്തെ തൊട്ട് കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്താ? അപ്പൊ നിങ്ങൾക്ക് നരകം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? നരകം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഒരനുയായി പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നരകത്തിന്റെ ഏറ്റവും വലുത് ഞാൻ പറഞ്ഞു തരില്ല, നിനക്കത് താങ്ങാനുള്ള ശേഷിയില്ല, നിങ്ങൾക്ക് കേട്ടിരിക്കാനുള്ളതാകുന്ന ശേഷിയില്ല സഹാബാ. നരകത്തിന്റെ ഏറ്റവും ചെറുത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇന്നഹുവന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, നരകമെന്ന് പറഞ്ഞാൽ രണ്ട് വിറകുകൊള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതായിട്ട് നരകത്തെ കാണരുതേ കാണരുതേ. ഇന്നഹുവന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാ. നരകത്തിലേതാകുന്ന ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നരകത്തിലേക്ക് കടക്കുന്ന നരകാവകാശികൾക്ക് അല്ലാഹു ഹവായി ചെരുപ്പ് പോലെയുള്ളതായ തീയാൽ പടക്കപ്പെട്ട രണ്ട് വള്ളികളുള്ള ചെരുപ്പ് അല്ലാഹു ധരിപ്പിക്കുകയാണ്. അല്ലാഹ്
യുഗ്ലാ മിൻഹാ ദിമാഗുഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ചെരുപ്പിട്ടതിന്റെ കാരണത്താൽ ആ ചെരുപ്പിൽ അടിച്ചു വീശുന്ന ചൂടിലൂടെ അവന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ അവന്റേതാകുന്ന തലച്ചോറിലേക്ക് ആ ചൂടെത്തുകയും സെക്കൻഡ് ബൈ സെക്കൻഡിൽ കാലിലിട്ടതാകുന്ന ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ. അത്രമാത്രം ചൂടാണതിനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കമാ യഗ്ലിൽ മിർജലു, കറിവെക്കുന്നതായ ചട്ടിയിലേക്ക് എണ്ണ തിളക്കുമ്പോ എണ്ണ ഒഴിക്കുന്ന സമയത്ത് എണ്ണ തിളച്ചു മറിയുന്നത് പോലെ പതച്ചു മറിയുന്നത് പോലെ കാലിലേക്ക് ഇട്ടതാകുന്ന തീയാൽ പടക്കപ്പെട്ട ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ. അത്രമാത്രം വലിയതാകുന്ന ശിക്ഷയാ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാൾ ചെറുത് നരകത്തിലില്ല. മനസ്സിലായിക്കോ? നരകത്തിൽ ചെന്നിട്ട് ഞാൻ ഒളയത്തൊന്നും വന്ന് അറിയത്തില്ലേ അലക്കളെ, അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ ചെറുത് കിട്ടുമോ? ചെറുതില്ല ആചാര്യ, ഒരു ചെരുപ്പുണ്ട്, വേണം ഇട്ടിട്ട് വയ്ക്കുമെന്ന് പറയും. അള്ളാഹു മുളക്കാക്കട്ടെ. അതിനെപ്പോ ഇത് പറഞ്ഞത് ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബ, നരകത്തിലെ ഏറ്റവും ചെറുത്. ഇതിൽ ചെറുതില്ല, ഇതിൽ ചെറുതില്ല. അള്ളാഹു മുളക്കാക്കട്ടെ. അതാണ് നരകം. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഈ നരകത്തെ തൊട്ടാണ് അല്ലാഹു പറയുന്നത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാവൽ തേടിക്കോ, അതിനെ തൊട്ട് സംരക്ഷിക്കാൻ പണിയെടുത്തോ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മുളക്കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിന്നാരി വാദിയാ, ഇന്ന ഫിന്നാരി 70,000 വാദിയാ. നരകത്തിന് 70,000 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന് 70,000 താഴ്വരകളുണ്ട്. വഫീ കുല്ലി വാദിൻ 70,000 ശഅബിൻ. ഓരോ ഇടവഴികളിലും ഓരോ ഇടവകളിലായി 70,000 താഴ്വരകളുണ്ട്. 70,000 താഴ്വരകളുണ്ട്. ഇന്ന ഫിന്നാരി 70,000 വാദിയ. നരകത്തിന് 70,000 താഴ്വരകൾ. വഫീ കുല്ലി വാദിൻ 70,000 ശഅബിൻ. ഓരോ താഴ്വരകളിലായിട്ട് 70,000 ഇടവഴികളുണ്ട്. 70,000 ഇടവഴികളാണ്. ആലോചിച്ച് നോക്ക്, ഓരോ താഴ്വരകളിലും 70,000 ഇടവഴികൾ. അങ്ങനത്തെ 70,000 താഴ്വരകളാണ്. വഫീ കുല്ലി ശഅബിൻ 70,000 ജുഹ്രിൻ. ഓരോ ഇടവഴികളിലും 70,000 ദ്വാരങ്ങളുണ്ട്, മാളങ്ങളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ 70,000 ഇടവഴികൾ, 70,000 ദ്വാരങ്ങൾ. വഫീ കുല്ലി ജുഹ്രിൻ 70,000 ഹയ്യത്തിൻ. ഓരോ ദ്വാരങ്ങളിലായിട്ട് 70,000 സർപ്പങ്ങളുണ്ട്, വിഷസർപ്പങ്ങളുണ്ട്. തഅകുലൂന ലുഹൂമ അഹ്ലിന്നാർ. നരകാവകാശികളുടെ ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും കൊത്തിവലിച്ച് തിന്നലാണ് അവരുടെ ജോലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എത്ര വിഷസർപ്പങ്ങളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാവിലെ ഒരു പാമ്പിനിങ്ങനെ മജ്‌ലിസിൽ കണ്ടാൽ പിന്നെ ഒറ്റൊരുത്തനില്ല. ഒളയ മക്കാമി ഇരുന്നവനൊക്കെ മേറാബി കയറിയിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ പേടിയുള്ള നമ്മൾ ഈ പാമ്പ് നാളെ ഇത്രയേറെ സർപ്പങ്ങളുള്ളതാകുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫ സനത ഹത്താ ഹമറത് ثم ഉഖിദ അൽഫ സനത ഹത്താ ബിയല്ലത് ثم ഉഖിദ അൽഫ സനത ഹത്താ സവദത് വഹിയ സൗദാഉൻ മുളിമ. 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ് നരകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. അല്ലാഹുവിന്റെ റസൂൽ വാചാരനാവുകയാണ്.
1000 വർഷം അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചുവത്രേ. ഹത്തഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്. രാവും പകലും നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചിട്ട് നരകത്തിന്റെ നിറം ചുവന്നു തുടുത്തപ്പോ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ അല്ലാഹു ഓർഡർ ഇടുകയാണ്. 2000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചുവത്രേ. ഹത്തബിയല്ലത്ത്, അതിന്റെ ചുവപ്പ് മാറി വെളുപ്പ് നിറത്തിലേക്ക് പോയി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിർത്തിയില്ല അല്ലാഹു. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കാൻ ഓർഡറിടുകയാണ്. 3000 വർഷം, 1-2 കൊല്ലങ്ങളല്ല, 3000 സംവത്സരങ്ങളാണ് രാവും പകലുമായി നരകത്തെ അല്ലാഹു കത്തിക്കുന്നത്. അവസാനം അതിന്റെ നിറമേത് കോലത്തിലായെന്നറിയുമോ? ഹത്തസ്വദ്ദത്ത്, അത് വല്ലാതെ കറുത്തുപോയി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വഹിയ സൗദാഉൻ മുളിമാ, ഇരുൾ മുറ്റപ്പെട്ട കറുത്ത പുകപടലങ്ങൾ കൊണ്ട് മാറിയിരിക്കുന്ന വല്ലാത്ത രൂപഭാവങ്ങളോടുകൂടി ആര് കണ്ടാലും പേടിക്കുന്ന ഭയക്കുന്നതാകുന്ന കോലത്തിലായി നരകത്തെ അല്ലാഹു മാറ്റിക്കളഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ നരകത്തിലേക്കാണ് നമ്മളൊക്കെ പ്രവേശിക്കേണ്ടത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഈ ദുനിയാവിൽ തെറ്റുകൾ വ്യാപൃതരായാൽ. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളോട് അല്ലാഹു പറയുന്നത്, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണം. അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, അവരെയൊക്കെ സൂക്ഷിച്ചോ. നാറൻ, അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് സൂക്ഷിച്ചോ. ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ, നരകത്തിൽ അല്ലാഹു ഇടുന്ന ഡ്രസ്സ് ഉണ്ട്. ആ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സറാബീലുഹും മിൻ ഖതറാനിൻ വതഗ്ശാ വുജൂഹഹും അന്നാർ. ഞാൻ ഇപ്പം നരകം അധികം പറയുന്നില്ല. നരകം കത്തിയാളെന്ന് നരകം ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ സമയം പോലെ ഒന്ന് കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നരകമല്ല. വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം. ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ടിട്ട് കത്തിച്ചാലും, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും, നമ്മുടെ നാട്ടിലും പരിസരത്തുള്ള ഉപ്പള പരിസരത്തുള്ള ചെറിയലൊക്കെ ഉള്ള എല്ലാം കൂടി അതല്ല, ലോകം മുഴുവൻ, ആമസോൺ കാട് ഫുള്ള് മനുഷ്യൻ സഞ്ചരിച്ചിട്ടില്ല എന്നാണ്. ആമസോൺ ഉൾക്കാടുകൾ, അങ്ങനെയുള്ളതാകുന്ന വനാന്തരങ്ങളിലുള്ളതാകുന്ന അടക്കം സസ്യലതാദികളും വൃക്ഷലതാദികളും മുഴുവനും ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലക്കാനുൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞാൽ നമ്മൾ ദുനിയാവിൽ കത്തിക്കുന്നതാകുന്ന കത്തിക്കലോ മനസ്സിലാക്കുന്ന ഒന്നുമല്ല. 3000 വർഷം കൊണ്ട് അല്ലാഹു പടച്ചെടുത്തത്, അള്ളയാണ് പടച്ചത് ആണ് മനസ്സിലാക്കേണ്ടത്. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യന്റെ താപമേറ്റുകൊണ്ട് വളരെ കഠിനമാകുന്ന ചൂട് നിൽക്കുന്ന ഈ ഭൂമിയിൽ ഈ അന്തരീക്ഷത്തിലേതാകുന്ന ഈ ഊഷ്മാവ് ഇതുപോലെ നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോഴിരുന്ന് വിയർക്കുക. ഇപ്പം ഈ സദസ്സിലിരുന്നുണ്ട്, സൂര്യൻ അസ്തമിച്ചിട്ട് എത്ര നേരമായി, എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വിയർക്കാണ്. ഈ സൂര്യനാണ് നാളെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സൂര്യൻ അസ്തമിച്ചിട്ട് പോലും നമ്മളിവിടെ ഇരുന്ന് വിയർക്കാണ്. എന്താണ് ഇതിൻ്റെ ചൂട്, എത്രയാണ് ഇതിൻ്റെ കാഠിന്യത. ഇത് രാത്രിന് 1 മണിക്ക് ശേഷം 2 മണിയാകുമ്പോഴാണ് ഒന്ന് ശാന്തമാകുന്നത്. അപ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കുകയാണ്, വീണ്ടും നേരം വെളുത്തു, വീണ്ടും പഴയതുപോലെ. ഇനി ഓരോ കൊല്ലം കഴിയുമ്പോൾ ചൂട് കൂടുകയാണ്. നിബിധങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിലേതാകുന്ന ഈ ചൂടില്ലേ, ഈ ചൂട് നരകത്തിന്റെ നിശ്വാസമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നരകം പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഊതും, നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഊതുന്നതല്ലേ, അതേപോലെ ഒന്ന് നിശ്വസിക്കുന്നതാണ്. നരകത്തിന്റെ നിശ്വാസമാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്നതാകുന്ന ചൂടിന്റെ കാരണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് നാളെ കിട്ടുക എന്നാലോചിക്ക്. നബി തങ്ങൾ പറഞ്ഞു, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ, നരകാവകാശികൾക്ക് കൊടുക്കുന്ന വസ്ത്രമെങ്ങാണം, ലൗ ഉല്ലിഖ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ, ലമാത ജമീഉൽ അർളി മിൻ നതിനിഹാ ഔ മിൻ ഹുർരിഹാ, ആ നരകത്തിൽ ആ വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ചൂട് കാരണമായിട്ടോ, അതിൽ നടിച്ചു വീശുന്ന ദുർഗന്ധം കാരണമായിട്ടോ ലോകത്തുള്ള മുഴുവൻ ജനതയും അതിലൂടെ മരിച്ചു പോകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ആലോചിച്ച് നോക്ക്, ആകാശഭൂമികൾക്കിടെങ്കിലും ഇടയിൽ ലൗ ഉല്ലിഖ ബൈന സമാഇ വൽ അർദ് ഇടണ്ട. സറാബീലുഹും മിൻ ഖത്റാൻ എന്നാണ്. ടാറില്ലേ, നമ്മുടെ റോഡിലൊക്കെ ഉരുക്കുന്ന ടാറ്, ആ ടാറ് കൊണ്ടായിരിക്കും വസ്ത്രം ഉണ്ടാക്കി തരിക. ചൂടുള്ളതാകുന്ന ടാറ് ഉരുക്കിയിട്ടാണ് വസ്ത്രം ഇട്ട് തരിക. ഖുർആനാണ്, എൻ്റെ വാക്കല്ല. സറാബീലുഹും മിൻ ഖത്റാനിൻ അല്ലാഹ് പറഞ്ഞതാണ്. ആ വസ്ത്രം, ആ ചൂടുള്ള വസ്ത്രം എങ്ങാണം ആകാശഭൂമികളിൽ എവിടെയെങ്കിലും വെറുതെ ഒന്ന് ഉടക്കിയിട്ടാൽ മതി, ആരും ധരിക്കണമെന്നില്ല. അതിൻ്റെ ചൂട് പറയാണ് ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും, ജീവനുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവനും അതിൽ നിന്ന് അടിച്ചു വീശുന്ന ദുർഗന്ധമോ ചൂടോ കാരണമായിട്ട് മരിച്ചു വീഴും. അത്രമാത്രം കഠിനമായ ചൂടുള്ള വസ്ത്രമാണ് നരകാവകാശികൾക്ക് ധരിപ്പിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ, മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. അവരെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അവർ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്കൂളിൽ ചെറിയ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയം കൂടിയാണ്. നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. മദ്രസ തുറന്നോ, മദ്രസകളിലൊക്കെ കൃത്യമായി പോകുന്നുണ്ടെന്ന് നിരീക്ഷണം നടത്തുക. 5 വക്കത്ത് ജമാഅത്തിന് വാപ്പ പള്ളിയിൽ പോകുക, മകനെയും കൂട്ടുക. മൊബൈലിൻ്റെ ദുരുപയോഗമൊക്കെ കുറയ്ക്കുക. അതിന് നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളും കളങ്ങളും ഒരുക്കുക. മക്കൾക്ക് ആത്മീയമായ ശിക്ഷണം നൽകുക. ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന ശീലം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 1 മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് പാപ്പായും ഉമ്മായും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക. ദിക്ർ ചെല്ലുന്ന ശീലം, സ്വലാത്ത് ചെല്ലുന്ന ശീലം, നന്മയിൽ അധിഷ്ഠിതമായ സംസാരങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. പാപ്പായും ഉമ്മായും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് മകൻ ഒരു നേരം വാപ്പരുത്. ഇതൊക്കെ നല്ലൊരു ഐക്യപ്പെടട്ടെ, നമ്മുടെ സമൂഹം ഐക്യപ്പെടട്ടെ. പരസ്പരം കാണുമ്പോഴൊക്കെ സലാം പറയുക. അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി. സലാം വർദ്ധിപ്പിച്ചാൽ സ്നേഹം വർദ്ധിക്കും. സ്നേഹം വർദ്ധിച്ചാൽ യഥാർത്ഥ സത്യവിശ്വാസികളാകും. യഥാർത്ഥ മുഅ്മിനീങ്ങളായാൽ സ്വർഗത്തിൽ കടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്ശു സലാമ ബൈനക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. പരസ്പര മുഅ്മിനീങ്ങളായി നല്ല വിശ്വാസികളായി സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി സലാം പറഞ്ഞുകൊണ്ട് നിലകൊണ്ടാൽ നിങ്ങൾ വിജയിക്കും. ഈ ഉന്നതമായ തലത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ സലാം പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വാപ്പ മക്കളോട് പറയണം, മക്കൾ അമ്മയോട് പറയണം, കുടുംബത്തോട് പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം. മാത്രമല്ല മുസാഫഹത്ത് ചെയ്യണം. പരസ്പരം കാണുമ്പോൾ ഒരു മുസാഫഹത്ത്. ഭാര്യയുടെ കൈക്കൊന്ന് പിടിച്ചു നോക്കിയേ. മുസാഫഹത്ത് ഭയങ്കര എഫക്റ്റീവാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഭാര്യയെ ചേർത്ത് നിർത്തിയിട്ട് അവളുടെ നെറ്റിത്തടത്തിലൊരു ചുംബനം കൊടുത്തു നോക്കിയ ഭർത്താവ്. നീ ഇനി 4 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാലും 1 വർഷം ഉണ്ടാവില്ല, ഇവള് വേറൊരുത്തരട്ടേക്ക് ചാറ്റിങ്ങും പോവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. നീ കൊടുത്തതാകുന്ന ആ ചുംബനം എന്നും നിഴലിച്ചു നിൽക്കും. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം, +2 പഠിക്കുന്ന മകളുടെ കൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വാപ്പ ഒരു 10 മിനിറ്റ് ഡെയിലി ഒന്ന് സംസാരിച്ചു നോക്കി. ആ പെണ്ണ് ലോകത്തൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടൂല. ഒന്ന് ചെയ്തു നോക്കി. ഇതാ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ടേ ഇല്ല. നമ്മൾ ചെറിയ കുട്ടികളെങ്ങനെ എടുത്തുകൊണ്ട് നടന്നു, പിന്നീട് അങ്ങോട്ട് ആ സ്നേഹമില്ലാതായി. ലാഇബുഹും സബഅ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും ഇടപെടണം. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മര്യാദകൾ പഠിപ്പിക്കണം. നിസ്കരിക്കേണ്ടത്, നോമ്പ് നോൽക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്, എല്ലാ മര്യാദകളും 7 മുതൽ 14 വരെ പഠിപ്പിക്കണം. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ നബിയുടെ അടുക്കൽ ഇങ്ങനെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കുട്ടിയാണ്, എൻ്റെ കൈ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരി നടക്കുമ്പോൾ നബി എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ കുൽ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് കഴിക്കണം. വകുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത് നിന്ന് തുടങ്ങണം. സയ്യിദുനാ റസൂലുള്ളാഹി. അദ്ദേഹം പറഞ്ഞു, ഫമാ സാലത്ത് തിഅമതി ബഅദു, മരണം വരെയും പിന്നീട് എൻ്റെ ശൈലി അതായിരുന്നു. ഞാൻ ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 7 വയസ്സുള്ള സമയത്ത് എനിക്ക് പഠിപ്പിച്ചതെന്ന ആ ശൈലി ഞാൻ പിന്നെ ബിസ്മി അല്ലാതെ കഴിച്ചിട്ടില്ല, വലത് കൈ കൊണ്ടല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല. കൂട്ടത്തിൽ പറയട്ടെ, ഭക്ഷണം കഴിക്കുമ്പോഴും കുടിനീര് കുടിക്കുമ്പോഴും ഒക്കെ ഏത് കൈ വേണം? വലത്തേ കൈ വേണം. പലപ്പോഴും കല്യാണത്തിന് പോയാലും ഡിസ്പോസിബിൾ ഗ്ലാസ് കിട്ടിയാലും നമ്മൾ ഇന്ന് ഇടത് കൈ അവലംബിക്കുന്ന ഒരു ശീലം ഇന്ന് മുസ്ലിമീങ്ങൾ വരാറുണ്ട്. അത് തെറ്റാണ്. എന്തിനങ്ങനെ വരുന്നു? ഡിസ്പോസിബിൾ അല്ലാത്തതാണെങ്കിൽ പോലും ഗ്ലാസ് വലത് കൈ തന്നെ പിടിച്ചോ, അതിനെന്താ പ്രശ്നം? കാരണം പ്ലേറ്റ് എന്തായാലും കഴുകല്ല, അതിനൂട്ടത്തിൽ ഗ്ലാസും കഴുകിക്കോട്ടെ, എന്താ കുഴപ്പം? ഒരു സുന്നത്ത് എന്തിനാ നിങ്ങൾ ഒഴിവാക്കുന്നത്?
നല്ലതുപോലെ വിരൽ ഉറിഞ്ചിയിട്ടാണെങ്കിൽ അതിനുമേൽ അധികം പാടും ഉണ്ടാവൂല. വലത്തേ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ആ ഗ്ലാസ് അത് വെടിച്ചിട്ട് ബിസ്മില്ലി തന്നെ കുടിച്ച് ശീലിക്ക്. ഇതാരോ ഒന്ന് തുടങ്ങി വെച്ചു, ഇടത് കൈ ഇങ്ങനെ വെടുക്കുന്നു, വലത്തേ കൈ താങ്ങുന്നു, അപ്പം അത് തന്നെ തുടർന്നു വരികയാണ്. വലത് കൈ കൊണ്ട് തന്നെ ശീലിക്ക്. എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ വാപ്പ തന്നെ ഉറക്കെ ഔദും ബിസ്മി ചെല്ലണം. അപ്പം തന്നെ അതങ്ങ് പ്രാവർത്തികമായി പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 7 മുതൽ 14 വരെ മര്യാദ പഠിപ്പിക്കുന്നു. 14 മുതൽ 24 വരെ അലി റളിയല്ലാഹു അൻഹു പറയുന്നു വസാഹിബുഹും സബഅ, അവരോടൊപ്പം സൗഹൃദ വലയം തീർത്തിട്ട് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടവരോട് നിലനിൽക്കുക. കുട്ടികളോട് നല്ല സൗഹൃദ വലയം തീർക്കണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് സിനിമയ്ക്ക് പോകാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അല്ല, മറിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും, സ്കൂളിലെ വിഷയങ്ങളിലും മദ്രസയിലെ വിഷയങ്ങളിലും ദീനീ കാര്യങ്ങളിലും ട്യൂഷൻ ക്ലാസ്സുകളിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം, അവരോട് സംവദിക്കണം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും +2 പഠിക്കുന്ന BA പഠിക്കുന്ന കുട്ടികളുമായി വാപ്പായും ഉമ്മായും സംവേദന നടത്താൻ തയ്യാറായാൽ ആ കുട്ടികൾ പിഴച്ചു പോകൂല. അവർ നല്ല കൂട്ടുകാരായി നിങ്ങളെ കാണും. നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾ പറയും അതൊക്കെ തുറന്നു പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അള്ളാഹുവെ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണേ. ബാങ്ക് വിളിച്ചാൽ പിശാച് കീഴ്വായി വിട്ടുകൊണ്ട് ഓടുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബാങ്ക് വിളിയുടെ നാദമെത്തുന്ന സ്ഥലത്ത് നിന്നൊക്കെ പിശാച് ഓടുമെന്നാണ്. കുട്ടിയിൽ നിന്ന് പൈശാചികത ഒഴിവാക്കാനാണ് ആ ബാങ്ക്. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കലുണ്ടോ? കൊടുക്കലുണ്ട്. ഇത് തുടക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നം. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശുവായിട്ട് ഉമ്മാക്കും ആ ഒരു ബന്ധമുണ്ട് കുട്ടിയുമായിട്ട്. ആ ബന്ധം പൊക്കിൾ കൂടി ബന്ധം. അതുകൊണ്ട് തന്നെ ഉമ്മ എന്ത് ഓതിയാലും യാ അല്ലാഹ് കുട്ടിക്ക് അങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഗർഭിണികളായ ആളുകൾ, സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ ഡോക്ടർമാരും പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, അടിയുണ്ടാക്കുക, ഇതൊക്കെ ആരെ ബാധിക്കും? കുഞ്ഞ് വലുതാവുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ റൗഡിയാണ്. കാസർഗോഡിൽ അറിയപ്പെട്ട ഗുണ്ട ഇവനായി മാറും. അതുകൊണ്ട് എന്താ, ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് നല്ല ചിട്ടയായിരിക്കണം, നല്ല നിസ്കാരം. 9 മാസം 10 ദിവസം ഗർഭധാരണ വേള. ഒരു പെണ്ണിന് ജീവിതത്തിൽ ഇത്ര വലിയതാകുന്ന ഒരു സൂക്ഷ്മതയ്ക്ക് കിട്ടിയ ഒരു സമയമില്ല. കാരണം എന്താ, അവൾക്ക് എപ്പോഴും ശുദ്ധിയുടെ ഘട്ടമാണ്. സാധാരണ എല്ലാ മാസത്തിലും ഒരു 6 ദിവസമെങ്കിലും ചുരുങ്ങിയത് അശുദ്ധിയുടെ ഘട്ടം ഉണ്ടാവും, പീരീഡ്സിന്റെ സമയം. ഇതതില്ല, ഫുള്ള് ശുദ്ധിയാണ്. അവ ഖുർആൻ നല്ലതുപോലെ ഓതാൻ പറ്റുന്ന സമയം. ക്ഷീണമുണ്ടാകും, സ്വാഭാവികമാണ്. ക്ഷീണമുണ്ടായിക്കോട്ടെ, അല്പം വിശ്രമിക്കട്ടെ. പക്ഷെ ആ എഴുന്നേൽക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ഒളൂ ചെയ്തിട്ട് റാഹത്തായിട്ട് ഒരു അല്പം ഖുർആൻ റാഹത്തായിട്ട് ഓതിക്കൂടെ? ഒരു 40 യാസീൻ നിയ്യത്ത് ചെയ്ത് ഓതിക്കൂടെ? വേണ്ട, ഖത്മ് ഒരെണ്ണമെങ്കിലും ചുരുങ്ങിയത് തീർത്തൂടെ? ഒരു ഖത്മ്, 9 ഖത്മ് വേണ്ട, ഓരോ മാസത്തിലും ഓരോന്ന് വെച്ച് വേണ്ട, ഒരെണ്ണമെങ്കിലും തീർത്തൂടെ? സുഗമമായി പറ്റും, സുഗമമായി പറ്റും. നമ്മൾ നിയ്യത്ത് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നിയ്യത്ത് നല്ലതെങ്കിലും തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയ്യത്ത് വെച്ച് ഓതി അതൊക്കെ നടക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എൻ്റെ കുട്ടി, വയറ്റിൽ കിടക്കുന്ന കുട്ടി സ്വാലിഹാകണം. ആണാവട്ടെ പെണ്ണാകട്ടെ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടണമെന്ന് കരുതി നിയ്യത്ത് ചെയ്തുകൊണ്ട് നല്ലൊരു ഖത്മ് അങ്ങ് പൂർത്തീകരിക്കുക. അല്പാൽപമായിട്ട് ഓതി ഓതി തീർക്കുക. അത് അടയാളം വെക്കുക മുടങ്ങാതെ. അത് ഉപ്പിൽ വെച്ചിട്ട് മറിക്കാൻ പാടില്ല പേപ്പർ. അതുപോലെ തന്നെ മുസാഫ് തന്നെ മടക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അടയാളം വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നിർത്തണം. അതൊന്നും ഉള്ളൂല, അതൊന്നും മുസ്ലിമിന് ചേർന്നതേ അല്ല. മുസാഫ് എപ്പോഴും ഉയർത്തിപ്പിടിക്കണം, നെഞ്ചിനോടെ ഉയർത്തിപ്പിടിക്കണം. ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന നിലയ്ക്കുള്ള നല്ലൊരു സംഭവം പണിയണം. കണ്ടിട്ടില്ലേ അറബി, നമ്മൾ സൗദിയിലൊക്കെ പോകുമ്പോൾ പള്ളികളിൽ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ കണ്ടിട്ടിങ്ങ് പോന്നാൽ പോരാ, അതുപോലത്തെ നാട്ടിൽ തന്നെ ആശാരിയെ കൊണ്ട് പണിയിക്കണം. എന്നിട്ട് നല്ല റാഹത്തായിട്ട് ഇരുന്നെങ്കിൽ ഇരുന്ന് റാഹത്തായിട്ട് സൗകര്യം പോലെ പണിയിക്കും. എന്നിട്ട് നല്ല റാഹത്തായിട്ട് ഓതും. ഖുർആൻ ഓതി തീർക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്ർ അധികരിപ്പിക്കുക. ആവശ്യമില്ലാത്തൊന്നും വേണ്ട, നല്ല ഖുർആനോത്തൊക്കെ കേൾക്കുക. അപ്പോൾ കുട്ടിക്ക് അത് സ്വാധീനം ചെലുത്തും. ഈ കുട്ടി ഉറപ്പായിട്ടും ഹാഫിളാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം പകുതി ഇപ്പം തന്നെ പഠിച്ചിരിക്കുക. വേറൊന്നുമില്ല, നല്ല റാഹത്തായിട്ട് ഉമ്മ ഓത്ത് കേട്ടുകൊണ്ടായി കിടക്കുന്നത്. ഇത് ഉമ്മ 24 മണിക്കൂർ സീരിയൽ ഒച്ചപ്പാടും പാക്കും ബഹളമായിട്ട് നടക്കുകയാണ്. പിന്നെ എങ്ങനെ ശരിയാവും? പിന്നെ കുട്ടിയും കൂടെ ഇറങ്ങുമ്പോൾ കഞ്ചാവ് അടിച്ചില്ലെങ്കിലേ ഉള്ളൂ. അള്ളാഹു മുളക്കാക്കട്ടെ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, വേഗം ഓടിച്ച് പറയാൻ. വലത്തെ കാതിൽ ബാങ്ക്, ഇടത്തെ കാതിൽ ഇഖാമത്ത്. വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് 1, ഒരു സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വലത്തെ കാതിൽ.
എന്തിനാ സൂറത്തുൽ ഖദർ ഓതുന്നത്? ആരെങ്കിലും സൂറത്തുൽ ഖദർ ഓതിയാൽ ആ കുട്ടി ജീവിതകാലത്ത് വ്യഭിചരിക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ ഖദർ കുട്ടിയുടെ കാതിൽ ഓതി കൊടുക്കണം. നമ്മളിവിടെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആരെങ്കിലും തപ്പിപ്പോവുക ബാങ്ക് വിളിക്കാനായിട്ട്. പ്രസവിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കേണ്ട സംഭവമാണ് ബാങ്ക് ഇഖാമത്തും ഈ പറഞ്ഞതൊക്കെ. 10 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒക്കെ ചെയ്തു കൊടുക്കണം, വളരെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എന്നുള്ളതാകുന്ന ആയത്ത് ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്താണ്. ആലി ഇമ്രാൻ സൂറത്ത് ഫാത്തിഹ, അൽ ബഖറ, ആലി ഇമ്രാൻ എത്രാമത്തെ സൂറത്താ? 3-ാമത്തെ സൂറത്താണ്. 3-ാമത്തെ സൂറത്താകുന്ന ആലി ഇമ്രാനിലെ എത്രാമത്തെ ആയത്താണ്? 36-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം മാത്രം, ഞാൻ ഈ പറയുന്നത് മാത്രം ഓതിയാൽ മതി. ഏത്? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീബി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചിട്ടപ്പോൾ അവരുടെ മാതാവാകുന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ മഹദിവറുകൾ ഓതിയിട്ടുള്ളതാകുന്ന ആയത്താണ്. മഹാനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന ഇമാമികൾ, ഇആനത്തു താലിബീൻ അടക്കമുള്ളതാകുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു, ഇതാരെങ്കിലും ഓതിയാൽ ആ കുട്ടിക്ക് കാലാകാലം പൈശാചികത ഒഴിവാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കണ്ടോ? അപ്പം നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ കണക്റ്റ് ആകുന്നത്. പിശാചിനെ ഒഴിവാക്കാൻ നേരത്തെ മുതലേ ശ്രദ്ധിക്കാൻ. വാപ്പ ഉമ്മ സാലിഹീങ്ങളായിരിക്കണം. വാപ്പ ഉമ്മയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. ആദ്യത്തെ കാഴ്ചയിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടുന്നതിന് മുമ്പ് ഔദും ബിസ്മിയും ചൊല്ലണം. ബന്ധപ്പെട്ടതിന് ശേഷം ജനിക്കുന്നതാകുന്ന കുട്ടിക്ക് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയുടേതാകുന്ന കാതിൽ ബാങ്ക് കൊടുക്കണം, പിശാചിനെ ഒഴിവാകാൻ. ബാങ്കിന്റെ ബാബിൽ ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ബാങ്കി എന്ന് പറയുന്നത് എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാനുള്ളതാണ്. കുട്ടികൾ എന്തെങ്കിലും മൂട്ട് കാണിക്കുമ്പോൾ, കുരുത്തക്കേട് കാണിക്കുമ്പോൾ, നമ്മൾ പറയില്ല ഇവന് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കുട്ടിയാണ്, എപ്പോഴും ഒച്ചപ്പാടും ബഹളവും, രാത്രി മുഴുവൻ ഒച്ചപ്പാടും ബഹളവും, അവനാകെ നമുക്കുള്ളവർ വീട്ടിലുള്ളവർക്ക് ഉറക്കം തരുന്നില്ല എന്ന് പല സ്ത്രീകളടക്കം കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവനെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഒതു എടുത്ത് വെച്ചിട്ട് വൃത്തിയായിട്ടൊരു ബാങ്കം കൊടുക്കണം. വലത്തെ കാതിൽ, ഇടത്തെ കാതിൽ ഇഖാമത്ത്. അപ്പോൾ ആ ബാങ്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയും. അത് പൈശാചികതയാണ്. ആ കരച്ചിലങ്ങ് കഴിഞ്ഞ് പിന്നെ ഒരു ശാന്തമായ ഒരു ഉറക്കം ഉണ്ടാവും. നമ്മൾ നോക്കിക്കോ, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കണം. കാരണം ഈ കുട്ടിക്ക് കണ്ണീരുണ്ടാകും, പലതും ഉണ്ടാകും, അവിടെ ഇവിടെയൊക്കെ ഓടിനാടി കിടക്കുന്നതാണ്. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കുട്ടികളെ പുറത്തിറക്കരുത്. ഹദീസാണ്. മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്ന സമയം, ഞാൻ സമയമില്ല, ഞാനിതുകൊണ്ട് ഓടിച്ചോടിച്ച് പറയാൻ. ഇദാ ഖുർബത്തി ശംസു, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖുർബത്തി ശംസു യന്തശിറു ശയാതീനു. വൈകുന്നേരമായാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പിശാച് പാറി നടക്കുന്ന സമയമാണ്, പാറിക്കളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഖഫൂ ഫഖ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ. നിങ്ങളുടെ നാൽക്കാലികളെ നിങ്ങൾ അതിൻ്റെ ആലയിൽ ബന്ധിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ബന്ധിക്കണം. നാൽക്കാലികളാകുന്ന മൃഗങ്ങൾ രാത്രിയിൽ അവിടെ ഇവിടെ വിടരുത്. എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് മഗ്‌രിബിന് മുമ്പ് തന്നെ കൊണ്ടുവന്ന് അതിൻ്റെ ആലയിൽ ബന്ധിക്കണം. കാരണം ഈ ചില മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ഇട്ട് രാത്രി പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, പൈശാചികത അവരിലും ഉളവാകും. അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് ബന്ധിക്കണം. കുട്ടികളെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കണം. ഹദീസാണ്, ബുഖാരിയിലുണ്ട്. ഇദസ്തജനഹല്ലൈലു, ബുഖാരിയിലുള്ള ഹദീസ് ഇങ്ങനെയാണ്, ഇദസ്തജനഹല്ലൈലു, ഇരുട്ട് വെളിവായാൽ, ഫഖ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം. ഫഇന്ന ശൈത്വാന യന്തശിറു, പിശാച് ആ സമയത്ത് പാറിക്കളിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും മനസ്സിലാക്കണം, ഇത് നിസ്സാര വിഷയമല്ല ഈ പറഞ്ഞത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് 99.9% നമ്മുടെ കൗമ് ആ സമയത്ത് കുട്ടികളായിട്ട് ബീച്ചിലാണ്. ഒക്കെ അവിടെ തന്നെ. അസർ കഴിയുമ്പോൾ ഇറങ്ങും. തിരിച്ചു കയറുന്നപ്പോഴാ രാത്രി 9-10 മണിയാകുമ്പോൾ. പിന്നെ നേരം വെളുക്കുന്നവരെ കുട്ടിക്ക് ഉറക്കമില്ല. കുട്ടി ഒച്ചപ്പാടും ബഹളവും, നേരം വെളുക്കുമ്പോൾ പനി, ഛർദിൽ, അത് ഇത് ആകെ അസുഖങ്ങളാണ്. നമ്മുടെ കൗമ് ശ്രദ്ധിക്കുന്നില്ല. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ ഇറക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് മഗ്‌രിബ് ആകുമ്പോൾ എല്ലാം വെളിയിലാണ്. ഒറ്റ ഇറണയില്ല, ജമാഅത്തുമില്ല, നിസ്കാരമില്ല, എല്ലാം വെളിയിൽ, എല്ലാം ബീച്ചിൽ വന്നിരിപ്പുണ്ട്. ടാറ്റായും കൊടുത്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ തന്നെയാണ് ഹദീസ്. നോക്ക് നിങ്ങൾ, നബി തങ്ങൾ പറഞ്ഞു രാത്രിയിൽ കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികളാണ് അത് ഏറ്റവും വലിയ വിഷയം ഉണ്ടാകുക. അതുകൊണ്ട് ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി.
അപ്പൊ നമ്മൾ അത് പൈശാചികത കുട്ടികളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളാകുന്ന ആളുകളെ കൊണ്ട് തൊട്ടുകൊടുക്കൽ സുന്നത്താണ്. സാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് തൊട്ടുകൊടുക്കുക അങ്ങനെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചരിത്രം അറിയാമല്ലോ. ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കുഞ്ഞുമായി വന്നു. ആ കുഞ്ഞിന്റെ ചരിത്രമൊക്കെ വലിയ ചരിത്രമാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുമായി വിവാഹം കഴിച്ചു. അവർക്കുണ്ടായതാകുന്ന സന്താനം, ആ കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ദീർഘമായ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞിനെ നല്ലപോലെ നോക്കണം, പനിയും ബുദ്ധിമുട്ടൊക്കെ. ആയിക്കോട്ടെ നോക്കാമെന്ന് പറഞ്ഞു. പോയി. രാത്രിയിൽ ബഹുമാനപ്പെട്ടവർ വൈകി തിരിച്ചു വരുമ്പോഴത്തേക്കും കുട്ടി മരിച്ചിട്ടുണ്ട്. കുട്ടിയെ നല്ലതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീടിൻ്റെ ഒരു മൂലയിൽ ഉമ്മ കടത്തി. ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോടുള്ള കടമയും കർത്തവ്യവും ദൂരെ നിന്ന് വരികയല്ലേ, തൻ്റെ ശരീരത്തിലേക്ക് എന്തെങ്കിലും നീയത്തുണ്ടെങ്കിലോ എന്ന് കരുതി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവിൻ്റെ മുന്നിൽ നല്ല വസ്ത്രം ധരിച്ച് നിന്നു. യാത്ര കഴിഞ്ഞ് വന്ന് അദ്ദേഹം ചോദിച്ചു, കുഞ്ഞിൻ്റെ കാര്യം എന്തായി? കുഞ്ഞ് നല്ല ഉറക്കിലാണ്, പറയുന്നത് ശരിയാണ്, പക്ഷെ കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പെണ്ണുമായി ഉമ്മു സലമ ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, സുബഹിയുടെ സമയം അപ്പോൾ മഹദി ഇവറുകൾ കാര്യം പറഞ്ഞു, കുട്ടി മരിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാൻ, ഭർത്താവ് വല്ലാതെ രോഷാകുലനായി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ബഹുമാനപ്പെട്ടവർ നേരെ നബിതങ്ങളെടുക്കൽ കംപ്ലൈൻറ്റുമായി ചെന്നു. നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് നബിയോട് സംഭവം പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, നിനക്കും നിന്റെ കുഴിയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അഥവാ നിങ്ങളുടെ ഇന്നലത്തെ ആ ബന്ധപ്പെടലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ആ ദുആഇന്റെ തൽഫലമായി 1 വർഷം തികയേണ്ടി വന്നില്ല. കുഞ്ഞ് പ്രസവിച്ചു. അതിലൂടെ അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകാൻ. ആ കുഞ്ഞുമായ അനസ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഞാനും അബൂ ത്വൽഹയും കൂടി നബിതങ്ങളെടുക്കൽ ചെന്നു. നബിതങ്ങൾ ചോദിച്ചു, വല്ലതും ഉണ്ടോ? അപ്പം ഇങ്ങനെ ഈത്തപ്പഴം എടുത്തു കൊടുത്തു. നബിതങ്ങൾ അതെടുത്ത് വായിൽ വെച്ച് ആ കാരയ്ക്ക് ഇങ്ങനെ ചവച്ച് അരച്ചരച്ച് ഉമിനീരുമായി നല്ലതുപോലെ കലർത്തി. ശരിക്കും കലർത്തിയതിന് ശേഷം നബിതങ്ങൾ പതുക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? ആ കുഞ്ഞിൻ്റെതാകുന്ന ഇളം ചുണ്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ കുഞ്ഞിങ്ങനെ നുണഞ്ഞിറക്കി. നല്ലതുപോലെ ചവച്ചരയ്ക്കണം, നല്ലതുപോലെ ചവച്ചരയ്ക്കണം. ഈത്തപ്പഴമൊക്കെ അങ്ങനെ തന്നെ കൊടുത്താൽ കുഞ്ഞു മയ്യത്താവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ ചവച്ചരയ്ക്കണം. അങ്ങനെ ഉമിനീരുമായി നല്ലതുപോലെ കലർത്തണം. അപ്പോൾ സാലിഹായ മനുഷ്യനാകണം. ഇത് നമ്മൾ വീടി വലിച്ച കറയൊക്കെ ആയിട്ട് സാധനം കവച്ച് വരച്ച് കൊടുത്താൽ കൊച്ചു കഞ്ചാവ് അടിച്ചുകൊണ്ടായിരിക്കും പിന്നെ വരുന്നത് 3ൻ്റെ അന്ന്. അള്ളാഹു മുളക്കാക്കട്ടെ. അതാണ് ഇപ്പോൾ ഈ കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ടുവേണം അത് ചെയ്യിക്കാൻ. മാഷാ അല്ലാഹ്, ഇതിപ്പോൾ നമ്മൾ മത്സരിക്കുക, ഞാനത് തൊട്ട് കൊടുത്തതെന്ന് പറയാൻ വേണ്ടി മത്സരിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ അല്ലേ? കൊച്ചിനാരെ തൊട്ട് കൊടുത്തു, ഞാനാ. ബാങ്ക് കൊടുത്താര ഞാനാണ്. പത്രത്തിൽ കൊടുത്തോ, യാ അല്ലാഹ്, നാട്ടുകാർ മൊത്തം പറഞ്ഞോ, എല്ലാവരും അറിയിക്കുക. സാലിഹാണോ ചെയ്യുന്നത്, നല്ല ആൾക്കാരാണോ ചെയ്യുന്നത്? ഒന്നുമല്ല. 10 പേരുടെ മുന്നിൽ ഇങ്ങനെ പറയണം, അവന് തൊട്ടുകൊടുത്ത ഞാനാണ്, അവന് ബാങ്ക് കൊടുത്ത ഞാനാണ്. ഇതിങ്ങനെ ഗർവ് പറയാൻ വേണ്ടി, ഗരിമ പറയാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഈ കുഞ്ഞിന് തൊട്ടുകൊടുത്തിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ അൻസാരി അത്തമ്രു, അൻസാരികൾക്ക് വലിയ പ്രിയമാണ് കാരക്ക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുഞ്ഞിങ്ങനെ നുണഞ്ഞിറക്കാൻ നബിതങ്ങൾ തന്നെ ആ കുട്ടിക്ക് പേര് വെച്ചു, അബ്ദുള്ള എന്ന് പേര് വെച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ ആ കുട്ടിയുടെ ഭാഗ്യത്ര. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിൽ അതുപോലെ നല്ല ഗ്ലാമറുള്ള ഒരു പയ്യനെ പിന്നെ കണ്ടിട്ടില്ല. അത്ര ചെറുപ്പക്കാർക്കിടയിൽ നല്ല ഗ്ലാമറുള്ള നല്ലൊരു പയ്യനായിരുന്നു അബ്ദുള്ള എന്ന് അനസ് റളിയല്ലാഹു അൻഹു. കാരണം ആരാ തൊട്ടുകൊടുത്തത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളെ കൊണ്ട് തൊട്ടുകൊടുക്കുക. അതിൻ്റെ ഏറ്റവും നല്ല, ഏറ്റവും മർമ്മപ്രധാനമായ രീതിയാണ് ഇവ പറഞ്ഞത്. ഈത്തപ്പഴമോ കാരയ്ക്കോ കൊണ്ടുപോയിട്ട് നല്ല കാരയ്ക്ക അത് നല്ല ചവച്ചരച്ചിട്ട് അത് ഉമിനീരുമായി കലരണം. അപ്പോഴാണല്ലോ ആ സ്വലാഹിയത്ത് പൂർണ്ണമായി മറ്റുള്ളവരിലേക്ക് കിട്ടുക. മക്കളുടെ സ്വാലിഹാകുക, അതാണ് ഏറ്റവും വലിയ ഘടകം. അതിനുവേണ്ടി ചെയ്യിക്കുന്നത്. കുട്ടി ജനിച്ച് 7ൻ്റെ അന്നാണ് കുട്ടിക്ക് വേണ്ടിയുള്ള അഖീഖയുടെ അറിവ്, മുടികളയൽ, പേരിടൽ കർമ്മമൊക്കെ നടത്തൽ സുന്നത്തുള്ളത്. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഈ പറയുന്നത്. കുട്ടി ജനിച്ചിട്ട് 7ൻ്റെ അന്ന് തന്നെയാണ് പേരിടേണ്ടത്. അപ്പം നേരത്തെ പേര് വിളിച്ചതോ 3ൻ്റെ അന്ന് പേരിട്ടെങ്കിലേ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് വിട്ട് കിട്ടുള്ളൂ. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ചെയ്യണം, ജനന തീയതി കറക്റ്റ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പേര് കൊടുക്കണം. ആയിക്കോട്ടെ, പേര് കൊടുത്തോ, പക്ഷെ പേരിടൽ ചടങ്ങെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ മുട്ടായി ചടങ്ങ് പോലെ പർവ്വതീകരിക്കാനൊന്നുമല്ല. കുഞ്ഞിനെ എടുത്ത് നമ്മൾ കൈക്ക് പിടിക്കുക, ഇതെൻ്റെ മകൻ മുഹമ്മദ് ആണ് എന്ന് പറയുക. ഉദാഹരണം പേരിട്ടത് അതാണെങ്കിൽ മുഹമ്മദേ എന്ന് വിളിക്കുക, കഴിഞ്ഞു.
ഞാനിവനെ പേര് വെച്ചിരിക്കുന്നു, മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു, മുഹമ്മദേ എന്നൊരു വിളി വിളിക്കുക, കഴിഞ്ഞു, പേരിടൽ കർമ്മം കഴിഞ്ഞു. ശേഷം പിന്നെ നടത്തേണ്ടത് അഖീഖയുടെ അറവാണ്. അഖീഖ എന്ന് പറയാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം അല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്, ദബീഹത്ത് എന്ന് പറയണമെന്നാണ്. ഏതുമായിക്കോട്ടെ, നമുക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞതാണ് ആ വാക്ക്. കുട്ടിയുടെ മേലുള്ളതാകുന്ന അറിവ് നമ്മൾ നടത്തൽ എന്താണ് അതിന് പറയുക? നമ്മൾ പറയാറുള്ളത് അഖീഖയുടെ അറിവ് എന്നാണ്. ഹദീസിൽ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുള്ളത് കൊണ്ട് അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുമുണ്ട്. ഏതുമായിക്കോട്ടെ, അഖീഖയുടെ അറിവ് അന്നത്തെ ദിവസമാണ് നടത്തേണ്ടത്. 7 ദിവസം, 7-ൻ്റെ അന്ന്. 7-ന് പറ്റിയില്ല എങ്കിൽ 7-ൻ്റെ ഗുണിതങ്ങൾ നോക്കണം, 14 അല്ലെങ്കിൽ 21, അങ്ങനെയാണ് പോകേണ്ടത്. അത് കുട്ടി ജനിച്ച് പ്രായപൂർത്തി എത്തുന്ന തലം വരെ രക്ഷിതാക്കളുടെ മേലാണ് കടമ. ഇനി അതല്ല എങ്കിൽ കുട്ടി ജനിച്ചിട്ട് പ്രായപൂർത്തി എത്തുന്ന തലം വരെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ശക്തിമത്തായ സുന്നത്താണത്. കഴിഞ്ഞില്ല എങ്കിൽ, സാമ്പത്തികമായി കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അവരവരുടെ മേലാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അവൻ പിന്നെ സ്വന്തമായി വലുതായി അധ്വാനിച്ചതിന് ശേഷം എൻ്റെ മേലുള്ള അറിവ് ഞാൻ നടത്തുന്നു, അഖീഖയുടെ അറിവ് നിയ്യത്ത് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യണം? മൃഗത്തെ ഇറക്കണം. സാധാരണ നമ്മുടെ ഉദഹിയത്തിൻ്റെ മസല പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന കോലാടുകൾക്കും മാട് വർഗത്തിൽപ്പെട്ടതിനുമൊക്കെ 2 വയസ്സ് തന്നെ വേണം. പോത്തുമൂരി കാള ഇതിനൊക്കെ എത്ര വയസ്സ് തന്നെ വേണം? 2 വയസ്സ് തന്നെ വേണം. വയസ്സ് എത്തിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദഹിയത്തിൻ്റെ മാംസങ്ങൾക്കുള്ള മൃഗത്തിനുള്ളതാകുന്ന എല്ലാ ഷർത്തുകളും ഇതിനുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധേയമുണ്ട്. കാരണം അറിവ് നടത്തിയതിന് ശേഷം ഉദഹിയത്തിൻ്റെ മാംസം പച്ചയായി തന്നെ വിതരണം ചെയ്യലാണ് സുന്നത്തെങ്കിൽ, അഖീഖയ്ക്ക് സുന്നത്തുള്ളത് അത് അറിവ് നടത്തിയതിന് ശേഷം അതിൻ്റെ മാംസം കറി വെച്ച് ആ കറിയിൽ അല്പം മധുരം കൂടി ആഡ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ കറി മധുരിക്കണമെന്നല്ല, കറിയിൽ അല്പം ശുഭലക്ഷണത്തിന് വേണ്ടി സ്വല്പം മധുരം കൂടി ചേർത്ത് കറി വെച്ച് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തെത്തിക്കലാണ് അഖീഖയുടെ അറിവിൽ ഒന്നുകൂടി സുന്നത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം. അറിവ് നടത്തിയതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? കുട്ടിയുടെ മേൽ മുടി കളയാൻ. മുടി പരിപൂർണമായി മുണ്ഡനം ചെയ്യണം. തലമുടി പരിപൂർണമായി കളയണം. രണ്ടും കഴിഞ്ഞിട്ടാണ്. ആദ്യം അറിവ് നടത്തണം, പിന്നെയാണ് എന്ത്? മുടി കളയാൻ. ആദ്യം വേണ്ടത് അതാ പേരിടലാണ്. രാവിലെ തന്നെ പേരിടുക, ശേഷം കുട്ടിയുടെ മേലെ അറിവ് നടത്തുക, അതിനുശേഷം എന്ത് ചെയ്യുക? മുടി കളയുക. ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യലുണ്ട്. എങ്ങനെ? കുട്ടിയുടെ തലയുടെ മേലിൽ കത്തി ഇങ്ങനെ വെക്കും, അവിടെ ആടിൻ്റെ കഴുത്തേലും ഇങ്ങനെ വെക്കും. രണ്ട് റെഡിയാണോ? ഓക്കെ, അല്ലോ അവരുടെ അതൊന്നും ഇല്ല. അതൊന്നൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാണ്. അതാരോ കാണിച്ച പരിപാടിയാണ്. ആദ്യം അറിവ് തന്നെയാണ് സുന്നത്ത്. അറിവ് കഴിഞ്ഞതിന് ശേഷം അറുത്തിട്ട് അതിൻ്റെ മാംസം തൊലിച്ച് കറി വെക്കുക, അതൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചെയ്യാം. അറിവ് കഴിഞ്ഞ പാടെ തന്നെ ഇവിടെ കുട്ടിയുടേതാകുന്ന തല മുണ്ഡനം ചെയ്യുക. തല പരിപൂർണമായി മുണ്ഡനം ചെയ്യുക. എന്നിട്ട് ആ മുടി സ്വർണം തൂക്കുന്ന ത്രാസിൽ കൊണ്ടുവന്ന് നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. അപ്പോൾ എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കി ആ ഗ്രാമിൽ സ്വർണം സാധുക്കൾ കൊടുക്കൽ സുന്നത്താണ്. സ്വർണം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വെള്ളി കൊടുക്കൽ സുന്നത്താണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൂക്കിയിട്ട് അതിൻ്റെ കണക്കാക്കിയിട്ട് അതിൽ വെള്ളി കൊടുക്കാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചതായി ഹദീസിൽ തന്നെ കാണാം. ഏതായിരുന്നാലും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല. ഇനി അപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പ്രായപൂർത്തിയെത്തുന്ന തലമുമ്പെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ആ തൂക്കം എന്ത് ചെയ്യണം? ആ മുടിയുടെ തൂക്കം തൽക്കാലം ഒരു ഇതിലിട്ട് എഴുതി വെക്കണം. ഡയറി എഴുതുമല്ലോ, കുട്ടിക്ക് ഇത്ര വയസ്സിൽ ജനിച്ചു, ഇന്ന ദിവസത്തിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയെങ്കിലും എഴുതി വെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള കടമകളും കർത്തവ്യങ്ങളും ഒക്കെ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണേ. 7 വയസ്സെത്തുമ്പോഴാണ് നിസ്കാരം കൊണ്ടോ റമദാനിലെ നോമ്പ് കൊണ്ടും കുട്ടികളോട് കൽപ്പിക്കേണ്ടത്. 10 വയസ്സെത്തുമ്പോഴാണ് നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും അവരുടെ മേൽ ശിക്ഷമുറകൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് തന്നെ ശരീരം പൊട്ടാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. 10 വയസ്സെത്തുമ്പോൾ കുട്ടികളെ കിടക്കയിൽ നിന്നും മാറ്റി കിടത്തണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇസ്ലാം പറഞ്ഞു തന്നത്. 7 വയസ്സെത്തുമ്പോഴേ നിസ്കാരം നോമ്പൊക്കെ പറയാവുള്ളൂ. ഇപ്പം നമുക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്താ പ്രശ്നം? 3 വയസ്സ് 4 വയസ്സാകുമ്പോഴേ കുട്ടികളെ റമദാനിലെ നോമ്പിനൊക്കെ പരിശീലിപ്പിക്കുക. അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇടയത്താഴം കൊടുത്ത് അത്താഴം കൊടുത്ത് അടങ്ങേറാക്കുക. അതൊന്നും നീയും പറഞ്ഞിട്ടില്ല. അവർ സ്വമേധയായി എഴുന്നേറ്റ് നമ്മളോടൊപ്പം വന്ന് അവർ അത്താഴം കഴിച്ച് ഒരു ളുഹർ വരെ നോമ്പ് നോറ്റെങ്കിൽ മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല. നമ്മൾ അവരുടെ മേൽ പറയേണ്ട ഒരു സമയം എത്ര വയസ്സാ? 7 വയസ്സാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിന് കഴിവാകുന്നതല്ലാതെ അല്ലാഹ് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്നോട് ആര് പറഞ്ഞു? ഇത് പെണ്ണുങ്ങൾ ചെയ്യിക്കുന്നതിനാ?
അനിയത്തിയുടെ കുഞ്ഞ് 3 നോമ്പ് വെച്ച് കഴിഞ്ഞ് റമദാനിൽ. കാള്ള ഹയവാൻ ഇവനിങ്ങനെ തിന്നു പിടിച്ച് കിടക്കാണ്, ഇവനൊന്നും നോറ്റിട്ടില്ല. ഉടനെ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് ഇവനെ കൊണ്ട് നോമ്പ് നോറ്റിച്ചിട്ട് പിറ്റേ ദിവസം അത് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. കുടുംബ ഗ്രൂപ്പ് ഇട്ടിട്ട് വേണം ആളുകളുടെ തമ്പ് കിട്ടാൻ. തമ്പ് കിട്ടുമ്പോൾ ഇവൻ്റെ നെഞ്ചത്ത് അതിനേക്കാൾ വലിയ തമ്പ് വീഴുകയാണ്. കാരണം ഇവൻ മനസ്സുകൊണ്ട് കരുതാ, പടച്ച റബ്ബേ ഉമ്മ വലിയാടാക്കുകയാണ് ഈ കുഞ്ഞിനെ. ഉമ്മ എന്നാൽ നോമ്പ് നോക്ക്, കുറച്ചുകൂടി നോമ്പ് നോക്കാണ്ട്. റമദാൻ കഴിഞ്ഞതിന് ശേഷം ശവ്വാലിൽ 6 നോമ്പുണ്ടായിരുന്നു. തള്ള നോറ്റോ? ഇല്ല, ഇതുവരെ നോറ്റിട്ടില്ല. വേഗം നോറ്റ് വിട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ചില നോമ്പുകൾ നോക്കാതെ കുട്ടികളെ കൊണ്ട് ഇടങ്ങേറാക്കുകയാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് നോമ്പാണ് ഏത്? ശവ്വാലിൽ 6 നോമ്പ്. അത് കഴിഞ്ഞിട്ട് മെഹറാജിൻ്റെ നോമ്പും അതുപോലെ തന്നെ ശഅബാന്റെ 15 നോമ്പൊക്കെ ഉള്ളൂ. ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ് ശവ്വാലിൻ്റെ 6 നോമ്പ്. എത്ര പേര് നോറ്റ്? നമുക്ക് ഫേസ്ബുക്കിൽ ഇടാനും വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കാനും കുട്ടികളെ ബലിയാടാക്കരുത്. പ്രത്യേകം മനസ്സിലാക്കണം. 7 വയസ്സെത്തുമ്പോഴേ അവരുടെ നിസ്കാരവും നോമ്പും തന്നെ കൊണ്ട് കൽപ്പനയുള്ളൂ. അതിനു മുമ്പ് സ്വമേധയാ അവർ ചെയ്ത് ഒരു ഉച്ചവരെ പിടിച്ചാൽ അവരെ കുറ്റം പറയണ്ട, പിടിച്ചോട്ടെ, മാഷാ അല്ലാഹ്, അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഈ കഠിനമായ ചൂടുള്ള കാലഘട്ടത്തിൽ അവരിങ്ങനെ നേരത്തെ വിളിച്ച് 3, 4, 5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ കുട്ടികൾക്ക് നോമ്പ് എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായി തോന്നും. അതുകൊണ്ടാണ് ചില കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒതു കൊടുക്കാൻ പോകുന്നത്. കണ്ടിട്ടില്ലേ? ഒതു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മുഖം ഇങ്ങനെ കഴിയിട്ട് ഇവിടെ വരുമ്പോൾ അതൊക്കെ കുടിച്ചേക്കുക അല്പം റാഹത്ത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ആണോ അല്ലയോ? അങ്ങനെ കുടിച്ച ബിരുദന്മാരൊക്കെ ഇതിലിരിപ്പുണ്ട്. എന്തോ ആയിക്കോട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനെ ചെറുപ്പത്തിൽ കുടിച്ച് ശീലിച്ചാൽ പിന്നെ അത് വലുതാകുമ്പോഴും അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അത് വലിയ വിഷയമില്ലാതായി മാറും. അപ്പം അതിനോടൊരു വെറുപ്പ്, നിഫ്രത്ത് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്താണ്, ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലിമൂ ഔലാദകും ഫലാസത ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി പഠിപ്പിക്കണേ. മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് ഒന്നാമതായി മക്കളിൽ അടയാളപ്പെടുത്തേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങളെ കുറിച്ചും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫത്ഹുൽ മുഈനുണ്ട്, ഫഅവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. 7ാമത്തെ 8ാമത്തെ പേജിലാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളുടെ മേൽ ആദ്യ നിർബന്ധം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെയാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിലൂടെയാണ് അള്ളാഹു പഠിപ്പിക്കേണ്ടത്. ആദ്യം നബിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു നബിയുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. മദീനയിലാണ് അവരുടെ ഖബറുള്ളത്. കുട്ടിക്ക് ആദ്യ പാഠം നബിയെക്കുറിച്ചുള്ള നല്ല പദ്യങ്ങൾ, നബിയെക്കുറിച്ചുള്ള മദ്ഹുകൾ, അത് കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആദ്യം കൊടുക്കണം. നബിയോടുള്ള മഹബ്ബത്ത് കൊടുത്താൽ രക്ഷപ്പെടും കുട്ടി, ഉറപ്പാണ്. ആ ചെറിയ പ്രായത്തിൽ, കാപട്യമില്ലാത്ത ആ സമയത്ത്, ശുദ്ധ പ്രകൃതത്തിന്മേൽ നിലകൊള്ള കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നബിയോടുള്ള മഹബ്ബത്ത് കൊടുക്കുക. നബിയുടെ നല്ല ചരിത്രങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക. നല്ല നല്ല ചരിത്രങ്ങൾ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കാണ്ട് നമ്മൾ നല്ല ചരിത്രം. പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, വാപ്പമാരിരുന്ന് ഇങ്ങനെ കഥ പറയും.